നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നോക്കിയയുടെ മറ്റൊരു പുതിയ സ്മാർട്ട് ഫോൺ കൂടിയാണ് നോക്കിയ C30. ഒരു വിധം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നോക്കിയയുടെ ഒരു സ്മാർട്ട് ഫോണാണ് നോക്കിയ C30 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഓർക്കാൻ നോക്കിയ ഫോണുകളിൽ C സീരീസിൽ വരുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ്. അത്തരത്തിൽ C സീരീസിൽ നോക്കിയ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ ഒരു സ്മാർട്ട് ഫോണാണ് നോക്കിയ C30. പെട്ടെന്ന് നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ജിയോ എക്സ്ക്ലൂസീവ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജിയോയായിട്ട് ചേരുന്ന ഇത് എന്താ പറയുന്നത്, നോക്കിയ ജിയോ ആയിട്ട് ചേർന്നുകൊണ്ട് ഇറക്കിയ ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ പ്യുവർ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണെന്നുള്ള സൂചന കാണിക്കുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഇയർ ഇതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും, പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയും സോഫ്റ്റ്വെയറിലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് 2 ഇയർ നമുക്ക് ലഭിക്കുമെന്നും കാണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ആദ്യം ഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ, കൂടാതെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ബാക്ക് കേസാണ്. പിന്നെ ചാർജിങ്ങിനായിട്ട് 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 10 വാട്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി മൈക്രോ USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വരുന്ന ഒരു 90% സ്മാർട്ട് ഫോണുകളും USB Type-C യിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിൽ ഇപ്പോഴും നോക്കിയ മൈക്രോ USB ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 വാട്ട് എന്നുള്ളൊരു 18 വാട്ടെങ്കിലും ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത് 6000 mAh ബാറ്ററി ഉള്ളൊരു ഫോണാണ്. ഈ 10 വാട്ട് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫോൺ. ഈ 6000 mAh ഉള്ളത് കൊണ്ടായിരിക്കണം നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ബാക്ക് സൈഡ് കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കാണ്. ഈ ഫോണിൻ്റെ പ്രൈസിങ് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ പ്രൈസിങ്ങിനേക്കാളും അതിൻ്റെ മുകളിൽ ഒക്കെ ഒരു പ്രീമിയം ഫീല് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നൽകുന്നുണ്ട്. ഒരു നല്ല ഒരു ഗ്രിപ്പുള്ള ഫീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു പ്ലാസ്റ്റിക് ബാക്കാണ്. എന്നിരുന്നാലും നല്ല ക്വാളിറ്റി, ബിൽഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ നോക്കിയ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ്, ബാക്കിൽ 2 ക്യാമറ. സ്പീക്കറിൻ്റെ വെൻ്റ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ ആ സ്പീക്കർ അടഞ്ഞ് സൗണ്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമ്മളൊരു സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ വല സൈഡിലാണ് വോളിയം റോക്കേഴ്സ്, പിന്നെ പവർ ബട്ടൺ. അതുപോലെ താഴേക്ക് വരുമ്പോൾ മൈക്രോഫോൺ, അതുപോലെ മൈക്രോ USB പോർട്ട് ചാർജിങ്ങിനായിട്ട്. ഇടത് സൈഡിൽ ഒന്നും തന്നെയില്ല. മുകളിൽ 3.5 mm ഓഡിയോ ജാക്ക് കാണാം. സാധാരണ നോക്കിയ ഫോണുകളിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്ത് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇല്ല. അതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടില്ല. എന്തായാലും നല്ല ഒരു വെയിറ്റ് ഉണ്ട്. കൃത്യമായിട്ട് വെയിറ്റ് പറഞ്ഞാൽ 237 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം. അതൊരു കുറച്ച് ഓവർ വെയിറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ എപ്പോഴും ഒരു 200 ഗ്രാം വരെ വെയിറ്റുള്ള ഫോണുകളെയാണ് ഒരു എന്താ പറയുന്നത്, ഒരു ഐഡിയലായിട്ടുള്ള വെയിറ്റായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ 237 ഗ്രാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോക്കറ്റ് ഇങ്ങനെ താഴ്ന്നു നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിലൊരു ബിൽഡ് ക്വാളിറ്റി പക്ക, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ഒരു റിജിഡായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണായിട്ട് നമുക്കിതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. വലിയ ഒരു സ്ക്രീൻ സൈസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. നോക്കിയയുടെ ആ നൊസ്റ്റാൾജിക് ടോണാണ് നമ്മൾ കേട്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നത്. പ്യുവർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് നൽകിയിരിക്കുന്നത്. അത് നോക്കിയ ഫോണുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ നോക്കിയ ഫോണുകളിലും അതുപോലെ മോട്ടറോള ഫോണുകളിലും ഒക്കെയാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് കിട്ടുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എടുത്ത് പറയേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫീച്ചർ, സ്റ്റോക്ക് ആൻഡ്രോയിഡ് നൽകുന്നു എന്നുള്ളത്. അതും ഇതിനകത്ത് ലൈറ്റർ വെർഷനാണ് ആൻഡ്രോയിഡിൻ്റെ നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11ൻ്റെ ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഗോ ആയതുകൊണ്ട് തന്നെയും വളരെ ഹെവി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റർ വെർഷനാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ നല്ല വലിയ സൈസാണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. 6.82 ഇഞ്ച്, ഏതാണ്ട് 7 ഇഞ്ചിന് അടുത്ത് വലിപ്പം ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു താഴ്ഭാഗം കുറച്ചൊരു സൈസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലേ, ഇവിടെ ഈ നോക്കിയ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന് ഇത്തിരി വീതി കൂടുതലാണ്. അതുപോലെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതൊരു വലിയ സൈസാണ് ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിന് പോലും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വരുന്ന
മിക്ക ഫോണുകളും പഞ്ച് ഹോൾ ക്യാമറയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഈ പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ച് ഹോൾ ക്യാമറ ലഭിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നോക്കിയ ഇപ്പോഴും ഇത്രയും പ്രൈസ് റേഞ്ചുള്ളൊരു ഫോണിൽ പോലും വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഡിസ്പ്ലേയുടെ ടൈപ്പ് പറഞ്ഞാൽ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. അത് കുഴപ്പമില്ല, ഒരുവിധം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്ലൂടൂത്തിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 4.2 ആണ്. ഇന്ന് വരുന്ന മിക്ക ഫോണുകളിലും ബ്ലൂടൂത്ത് വെർഷൻ 5.2 ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോഴും ബ്ലൂടൂത്ത് വെർഷൻ 4.2 ആണ്. അതുപോലെ ഇതിനകത്ത് FM റേഡിയോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ FM റേഡിയോയുടെ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞാൽ യൂണിസോക്കിൻ്റെ SC9863A എന്ന 28nm പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊരു ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സറൊന്നുമല്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഓക്കെയാണ്, സാധാരണ വർക്കുകൾ ചെയ്യുന്നതിനൊക്കെ ഓക്കെയാണ്. അതായത് ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, കുഞ്ഞു ഗെയിമുകൾ, അതിനൊക്കെ ഈ ഒരു പ്രോസസ്സർ ഓക്കെയാണ്. പക്ഷേ ഒരു ഹെവി ഗെയിമിങ്ങിനൊന്നും അത്രയും കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറൊന്നും അല്ല ഈ പറഞ്ഞ യൂണിസെക്കിൻ്റേതായിട്ടുള്ള പ്രോസസ്സർ. അതുപോലെ ഇത് 2 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോണിൽ ലഭ്യമാകുക. 3GB റാം 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 4GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും, ഇങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ് വാങ്ങുന്നതിനോട് എനിക്ക് ഒട്ടും ഞാൻ ആരെയും പറയില്ല. കാരണം 32GB എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ 32GB ഫുള്ളാകും. പക്ഷേ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. എന്നാലും സോഫ്റ്റ്വെയറുകളെല്ലാം, ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ആകുന്നത് ഇൻറ്റേർണൽ മെമ്മറിയിലാണ്. അതുകൊണ്ട് തന്നെ 32GB പെട്ടെന്ന് ഫുള്ളാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 64GB എങ്കിലും അതുകൊണ്ട് തന്നെ വേണം. അതുകൊണ്ട് ഹയർ വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും വാങ്ങുന്നവർക്ക് നല്ലത്. ഇനി ബാക്കിലെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും. അതുപോലെ ഇവിടെ ഫ്രണ്ട് ക്യാമറയായിട്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടി 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല, ഓക്കെയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ. അപ്പോൾ ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയർ പ്യുവർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നു. ഒരു പവർ ബാങ്ക് കണക്കെ ഈ ഒരു ഫോൺ പ്രവർത്തിക്കും. ഇതെനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് ലഭിക്കും. എനിക്ക് തോന്നുന്നു 6000 mAh ഉള്ളതുകൊണ്ട് തന്നെയും എങ്ങനെ പോയാലും ഒരു 4 ദിവസത്തേക്ക് ബാറ്ററി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 10 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും 6000 mAh ചാർജ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. എന്നാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ചാർജിന് ഇട്ടിട്ട് കിടക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. എത്ര സമയം എടുക്കുന്നു നമ്മൾ അറിയുക പോലുമില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞാലും മൈക്രോ USB പോർട്ടാണ്, അതൊരു Type C എങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ഗ്രീൻ, വൈറ്റ്, ഡാർക്ക് ഗ്രേ എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് ഗ്രീൻ കളർ വേരിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. 3GB 32GBയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10689 രൂപയും 4GB 64GBയുടെ വില 11600 രൂപയുമാണ്. നമുക്കറിയാം, ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ പറഞ്ഞ 11600 രൂപയെ കൊടുത്താൽ ഇതിൽ നിന്ന് സ്പെസിഫിക്കേഷനുള്ള ഫോൺ ലഭിക്കില്ല എന്നല്ലേ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോൺ ലഭിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊന്നുമില്ല. നമ്മൾ 11000 രൂപ എടുത്ത് ഇതിൽ നിന്ന് സ്പെസിഫിക്കേഷനുള്ള വേറെ ചൈനീസ് ബ്രാൻഡുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഘോഷയാത്ര തന്നെ കാണും. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ കുത്തി നിറച്ചിരിക്കും. അപ്പോൾ അവർക്ക് അത്തരം ആപ്ലിക്കേഷനിൽ നിന്നാണ് അവർക്ക് അവരുടെ കൂടുതലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അനാവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ വരും, നോട്ടിഫിക്കേഷനകത്ത് പരസ്യങ്ങളൊക്കെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഫോണിനകത്ത് ഈ പറഞ്ഞ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയും ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമുക്കുണ്ടാവില്ല. അനാവശ്യമായ പരസ്യങ്ങളോ നോട്ടിഫിക്കേഷനുകളോ ഒന്നും വരില്ല. ക്ലീൻ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കാം. 6000 mAh ബാറ്ററി, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ബാക്കിയെല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗങ്ങളാണെന്നാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് തോന്നിയത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.